രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ 10:30 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ അടക്കം 30 ടാബ്ലോകൾ. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥികൾ. ഡൽഹിയിൽ അതീവ ജാഗ്രത. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് തുറന്നു പറഞ്ഞ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ CPM-ന് പുറത്തേക്ക്. ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ നടപടി അംഗീകരിക്കും. പുറത്താക്കിയാലും പോരാട്ടം തുടരുമെന്ന് കുഞ്ഞികൃഷ്ണൻ. കുമ്പള ടോൾ പിരിവിനെ BJP അംഗീകരിക്കുന്നില്ലെന്ന് ജില്ലാ പ്രസിഡന്റ്. മുസ്ലിം ലീഗും ചില CPM നേതാക്കളും BJPക്കെതിരെ മുതലെടുപ്പ് നടത്തുന്നുവെന്ന് K. ശ്രീകാന്ത്. അഷ്റഫിന് ഇപ്പോൾ മറ്റു വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു ആയുധമായിട്ട് ഇതിനെ പ്രയോഗിക്കുകയാണ്. BJPയെ ഇത് കരിവാരി തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുമ്പളയിൽ താൽക്കാലിക ടോൾ പ്ലാസ സ്ഥാപിച്ചതിൽ ചില ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന. ടോൾ പ്ലാസ സമരത്തെ തുടർന്ന് പ്രതിരോധത്തിലായ BJPയുടെ ആദ്യ പ്രതികരണം. ഷെയ്ഖ് ഹസീനയ്ക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരമൊരുക്കിയ ഇന്ത്യയുടെ നടപടിയിൽ പ്രതിഷേധവുമായി ബംഗ്ലാദേശ്. അപകടകരമായ നീക്കമെന്നും ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നും മുന്നറിയിപ്പ്. മുഹമ്മദ് യൂനസ് കൊലപാതകിയെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഡൽഹിയിലെ ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബിൽ ഓഡിയോ സന്ദേശത്തിൽ സംസാരിക്കവേ. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക്. മുറിവേൽക്കുന്ന ലോകത്തിന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമാണ് ബദലെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ്. ബിസിനസ് ഉച്ചകോടി നാളെ. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. മൂന്നാം T20യിൽ 8 വിക്കറ്റ് ജയം. ന്യൂസിലൻഡ് ഉയർത്തിയ 154 റൺസ് വിജയലക്ഷ്യം 10 ഓവറിൽ മറികടന്നു. അഭിഷേക് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും അർദ്ധ സെഞ്ചുറി.